ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ടീമിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഹർദിക് പാണ്ഡ്യയെ T20 നായകസ്ഥാനത്ത് നിന്ന് നീക്കി പകരം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയതാണ്. കൂടാതെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെയും പരിഗണിച്ചു. ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ എന്നിവരെയെല്ലാം ശുഭ്മാനേക്കാൾ മുമ്പ് നായകസ്ഥാനത്തെത്തിയവരാണ്. നായകനെന്ന നിലയിൽ മികച്ച റെക്കോർഡും ഇവർക്ക് അവകാശപ്പെടാം. എന്നിട്ടും ഇവരെല്ലാം മറികടന്ന് ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യ വൈസ് ക്യാപ്റ്റനാക്കിയത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനായിരുന്ന വിക്രം റാത്തോർ എന്തുകൊണ്ടാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതെന്ന് വിശദീകരിക്കുകയാണ്. ഇത്തരമൊരു ഉത്തരവാദിത്തം നൽകിയത് ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരെ പോലെ ആകാനാണെന്നാണ് റാത്തോർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: നായകസ്ഥാനം ലഭിച്ചതാണ് കോഹ്ലിയിൽ നിന്നും രോഹിത്തിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെത്തിച്ചത്. ശുഭ്മാൻ ഗില്ലിൽ നിന്നും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ അവൻ ക്യാപ്റ്റനായിട്ടില്ല. എന്നാൽ ഇത്തരമൊരു വലിയ ടീമിൻ്റെ നായകസ്ഥാനം ലഭിച്ചാൽ അവനിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം കാണാനാവും. ഇക്കാര്യം എനിക്കുറപ്പാണ്. നമ്മൾക്ക് നായകസ്ഥാനം ലഭിക്കുകയും മറ്റുള്ളവരെ നയിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തം കൂടും. യുവതാരങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ശുഭ്മാനെപ്പോലെയുള്ള താരങ്ങൾക്ക് വളരാനുള്ള അവസരം ഇത് നൽകുന്നു. ഭാവിയിൽ 3 ഫോർമാറ്റിലും ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ നയിക്കും, വിക്രം റാത്തോർ പറഞ്ഞു. ഇന്ത്യ വലിയ പ്രതീക്ഷയോടെ കാണുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിക്ക് ശേഷം ആ സ്ഥാനം അലങ്കരിക്കാൻ കഴിവുള്ളവനെന്ന് പ്രമുഖരടക്കം പറയുന്ന താരമാണ് ശുഭ്മാൻ. എന്നാൽ സമീപകാലത്തായി അദ്ദേഹം T20 ടീമിന് പുറത്തായിരുന്നു. T20 ലോകകപ്പിൽ റിസർവ് താരമായാണ് ശുഭ്മാൻ ഗിൽ കളിച്ചത്. എന്നാൽ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഗില്ല് പതിയെ തുടങ്ങി പിന്നീട് റൺസ് ഉയർത്തുന്ന ക്ലാസിക് ശൈലിയിലുള്ള താരമാണ്. T20യിൽ സെഞ്ചുറിയും ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറിയും നേടിയിട്ടുള്ള താരമാണ് ശുഭ്മാൻ ഗിൽ. എന്നാൽ സമീപകാലത്തായി അദ്ദേഹം പ്രതീക്ഷിച്ച പ്രകടനം നടത്തുന്നില്ല എന്നതാണ് വാസ്തവം.